പൗലോസ്. നമ്മളിൽ ആർക്കും അത്രയും വണ്ണക്കുറവില്ല. ഏറ്റവും വണ്ണക്കുറവുള്ള മനുഷ്യനാണ് പൗലോസ്. ആളിൽ കുറിയവൻ, രണ്ട് കാലും വില്ലുപോലെ രണ്ട് സൈഡിലേക്ക് വളഞ്ഞിരുന്ന മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ആരും ഇവിടെ ഇല്ല. രണ്ട് പുരിയങ്ങളും ഒരുമിച്ച് കൂട്ടിമുട്ടാൻ മുട്ടുന്നവനാണ്. അവന്റെ മുഖം അങ്ങനെയാണ്. രണ്ട് പിരിയങ്ങളും ഒരുമിച്ച് കൂട്ടിമുട്ടും. അത് മാത്രമല്ല, മൂക്കെന്ന് പറയുന്നത് ഇങ്ങനെ നീളമുള്ള മൂക്കാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു മനുഷ്യനെ കൊണ്ടും നോക്കിയാൽ ഇവൻ ദൃഢഗാത്രനാണ്, ഇവൻ ആരോഗ്യമുള്ളവനാണ് എന്ന് പറയത്തക്ക ഒരു സാഹചര്യവും അവനില്ല. അത് മാത്രമല്ല, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണം, ഏകദേശം 17 കൂട്ടം രോഗം അവന്റെ ശരീരത്തുണ്ടായിരുന്നു. എത്രണ്ണമുണ്ട്? അതിലാലും 1-2 എല്ലാം ഒന്നും ബൈബിളിൽ പറയുന്നില്ല, എങ്കിലും ഒരു 2 ഞാൻ പറയാം. ബൈബിളിൽ പൗലോസിന്റെ ചില വാക്യത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷ നമുക്കറിയണമെങ്കിൽ എവിടാണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയിലാണ് പൗലോസിന്റെ ശുശ്രൂഷ. പൗലോസ് എന്ന ഒരു ശുശ്രൂഷകനെ നമുക്കറിയണമെങ്കിൽ ഏത് വായിച്ചാൽ മതി? അപ്പോസ്തല. പക്ഷേ പൗലോസ് എന്ന മനുഷ്യനെ അറിയണമെങ്കിൽ പൗലോസിന്റെ ലേഖനം അറിയണം. എങ്ങനെയാണ് പൗലോസ് എന്ന വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റൂ? അറിയാൻ പറ്റും. പൗലോസ് എടുക്കേണ്ട ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസിന്റെ രോഗത്തെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ, ശ്രദ്ധിച്ചേക്കണേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നിങ്ങൾ എന്നോട് അറപ്പോ വെറുപ്പോ കാണിക്കാതെ ഒരു ദൂതനെ പോലെ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ അറപ്പും വെറുപ്പും കാണിക്കത്തക്ക രോഗമുണ്ടായിരുന്നു. എന്താ രോഗം എന്നറിയാമോ? ഒന്ന് കുറയെ 40 വട്ടമുള്ള അടി. എത്ര വട്ടം കൊണ്ടെന്നറിയാമോ? 5 വട്ടമാണ് കൊണ്ടത്. 5 വട്ടം കൊണ്ട അടിയുടെ പാടല്ല, മുറിവുകൾ ഉണങ്ങാതിരിപ്പുണ്ട് ശരീരത്തിനകത്ത്. അതിനകത്തൊന്നും മുറിവുകൾ ഉണങ്ങാതിരുന്നിട്ട് പഴുപ്പും വെള്ളവും ഒഴുകുന്ന അവസ്ഥ. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ കേൾക്കണോ, ശരീരത്തിൽ പഴുപ്പുണ്ടാകുന്ന വ്രണമുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നും, നമുക്ക് വെറുപ്പ് തോന്നും. പക്ഷെ പൗലോസിനെ കുറിച്ച് പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നിങ്ങൾ എന്നോട് അറപ്പോ വെറുപ്പോ കാണിച്ചില്ല, ഒരു ദൂതനെ പോലെ നിങ്ങൾ എന്നെ ശുശ്രൂഷിപ്പാനിടയായി. ദൈവദാസന്മാരെ, ദൈവമക്കളെ, പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് ജഡത്തിൽ എന്തുണ്ടായിരുന്നു? ശൂലം. നിങ്ങൾ വായിച്ചിട്ടില്ലേ? കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം, 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്നിട്ട് പറയാ, എന്നെ കുത്താൻ സാത്താന്റെ, നിങ്ങൾ വായിച്ചിട്ട്, സാത്താന്റെ ദൂതൻ. പൗലോസ് പറ, എന്നെ കുത്താൻ സാത്താന്റെ ദൂതൻ. ഞാൻ എത്ര വായിച്ചിട്ടും എനിക്കങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു വാക്യമാണ്. കാരണം എന്നറിയോ? എന്നെ കുത്താൻ ആര് നിൽക്കുന്നത്? സാത്താന്റെ. അതെന്താണെന്നറിയോ? പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റാത്തതിന്റെ കാരണം നിങ്ങൾക്ക് കേൾക്കണോ? ദൈവമക്കളെ, സഹോദരിമാരെ, ദൈവദാസന്മാർക്കറിയാം. എങ്കിലും ഞാനൊരു കാര്യം പറയാം. ഫിലിപ്പിയം പട്ടണത്തിൽ വന്നപ്പം ഒരു സ്ത്രീ രക്ഷാമാർഗം അറിയിക്കുന്നവരെന്ന് പറഞ്ഞു പുറകെ വന്നു. പൗലോസ് അവളെ മുഷിഞ്ഞു നോക്കി, അല്ലെ? മുഷിഞ്ഞു നോക്കിയിട്ട് അവളെ ശാസിച്ചു. അപ്പൊ തന്നെ അവളുടെ ഭൂതം എന്ത് ചെയ്തു? അഴിഞ്ഞു മാറി. അപ്പൊ തന്നെ ഭൂതം എന്ത് ചെയ്തു? അഴിഞ്ഞു മാറി. ഇനി നിങ്ങൾക്ക് കേൾക്കണം, എഫെസോസിൽ ചെന്നപ്പം പൗലോസിന്റെ ദേഹത്തെ റൂമാൽ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ശരീരത്ത് തോളെ കിടക്കുന്ന ഒരു വസ്ത്രത്തിന് പറയുന്ന പേരാണ് റൂമാൽ. ഈ റൂമാൽ കൊണ്ടിട്ടപ്പോൾ പലരും എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ചു. ഇനി അത് മാത്രമല്ല, എഫെസോസിൽ ഈ പൗലോസ് പല ഭൂതങ്ങളെയും പുറത്താക്കിയപ്പോൾ ക്ലോവ എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതന്റെ ആൾക്കാർ ഒരുമിച്ച്, മക്കൾ 12 പേര് ഒരുമിച്ച് ഒരു ഭൂതത്തെ പുറത്താക്കാൻ ചെന്നിട്ട് പറയാണ്, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഭൂതം പോകാൻ പറഞ്ഞു. പൗലോസ് പറയുന്ന. അപ്പൊ ഈ ഭൂതം എന്താ പറഞ്ഞെന്നറിയോ? ഭൂതം പറയാ, പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെയും പരിചയമുണ്ട്, നീ ആരാന്ന് ചോദിക്കും. നീയൊക്കെ ഏതവന്മാരാ? പൗലോസിനെ ഞങ്ങൾക്ക് അറിയാം. ഭൂതം പറഞ്ഞാണ്, പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു.
അവരുടെ ദേഹത്ത്, അവന്മാരുടെ ദേഹത്ത് പിശാച് മാന്തിപ്പറിച്ചിട്ട് അവർ എതുവഴിയാ ഓടിയെന്നറിയോ? ഓടിപ്പോയി. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ? ഒരു സ്ത്രീയെ മുഷിഞ്ഞു നോക്കിയപ്പം ഭൂതം പോയി. പിശാച് പറയാ, എനിക്ക് പൗലോസിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചാ പറഞ്ഞേ. കാരണം അവൻ വന്നപ്പോൾ ഭൂതം പുറത്തായിട്ടുണ്ട്. അവന്റെ തോളത്തെ റോമാൽ കൊണ്ടിട്ടപ്പോൾ രോഗികൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. നീ ഒന്ന് കേട്ടെ, മുഷിഞ്ഞു നോക്കിയപ്പം ഭൂതം എന്ത് ചെയ്ത് പോയി. പൗലോസിനെയും പരിചയമുണ്ടെന്ന് പിശാചിന്. പക്ഷേ എന്നെ കുത്താൻ ആര് നിൽക്കുന്നു ഇവിടെ? എന്നെ കുത്താൻ സാത്താന്റെ അംഗീകരിക്കാൻ പറ്റുമോ? പറ, ഈ വാക്യത്തോട് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ പുറത്താക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഭൂതം പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പുറത്താക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നു. ഇനി അത് മാത്രമല്ല, അതിന്റെ മുകളിൽ വളരെ ഗൗരവമായ ഒരു വാക്യമുണ്ട്. ഞാന് ഈ ശൂലം മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. എത്ര വട്ടം? പൗലോസിന് 1 വട്ടം പോലും പ്രാർത്ഥിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അത്ഭുതം നടന്നിട്ടുണ്ട്. രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഭൂതങ്ങൾ അലറി ഓടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയാ, എനിക്കൊരു വിഷയം വന്നപ്പോ ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ച്? അപ്പോഴും എന്റെ കൈ കൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. പക്ഷേ എനിക്കൊരു ശൂലമുണ്ടായിട്ട് ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം. ഈ 3 വട്ടം പ്രാർത്ഥിച്ചത് മറുപടി കിട്ടിയോ? കിട്ടിയില്ല. സ്തോത്രം. കരവർത്തി സ്തോത്രം ചെയ്തേ. അപ്പൊ പറയാ, ഈ രോഗസൗഖ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ, ഈ ശൂലം മാറണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളെ തികയുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു ദൂത് ഞാൻ പറയാം. എന്നാന്നറിയാമോ? സൗഖ്യത്തിൽ വലുതാണ് ദൈവകൃപ. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നു? രോഗസൗഖ്യത്തെക്കാൾ വലുതാണ് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ദൈവകൃപയുടെ അളവറ്റ വലുപ്പമെങ്കിൽ